His name alone be glorified. രാവിലെ നമുക്ക് ദൈവത്തെ ആത്മാവിന്റെ സത്യത്തിലും ആരാധിപ്പാണ്ട് പോകണം. ദൈവം കൃപ ചെയ്തു. This morning we are able to worship our Lord in truth and spirit. നാം ഇന്നത്തെ അല്പനേരത്തെ ചിന്തിക്കായി ആദ്യം മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യം വായിക്കാം. For a short meditation, let's turn our Bibles to Matthew, Gospel of Matthew, chapter 16 and verse 18. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. And I tell you that you are Peter, and on this rock I will build my church, and the gates of Hades will not overcome it. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാരുമായി സമയം ചെലവഴിക്കുക പതിവായിരുന്നു. When Jesus was on this earth, he used to spend time with his disciples. ശിഷ്യന്മാർ അവനോട് പല കാര്യങ്ങൾ ചോദിക്കുകയും അവർ തമ്മിൽ സംഭാഷണങ്ങൾ നടക്കുകയും ഉണ്ടായിരുന്നു. They have constant conversation with his disciples. അങ്ങനെ ഇവിടെ ഈ സംഭവം യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം നടന്ന ഒരു കാര്യമാണ്. And this is instant when Jesus reads in verse 13 we read when Jesus reached the region of Caesarea Philippi. അവിടെ ശിഷ്യന്മാരോട് അവൻ ചോദിക്കുകയാണ്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. There he asked his disciple, who do you people say the Son of Man is? അപ്പോൾ അവർ പറഞ്ഞു, ചിലർ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു, ചിലർ ഏലിയാവ് എന്ന് പറയുന്നു, ചിലർ ഇരമ്യാവ് എന്ന് പറയുന്നു. And some replied that some say John the Baptist, some said it is Elijah, and others said it is Jeremiah, one of the prophets. അപ്പോൾ കർത്താവ് വീണ്ടും അവരോട് ചോദിക്കുകയാണ്, നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. And again Jesus is asking them, who do you say I am? കർത്താവ് സകലവും അറിയുന്ന ദൈവമാണ്. അവന്റെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. എന്നാൽ ശിഷ്യന്മാരുടെ വായിൽ നിന്ന് അവൻ കേൾക്കുവാൻ ആഗ്രഹിച്ചു. God knows everything, nothing is hidden from him, but he just want to know from his disciples. അവൻ ചോദിച്ചു, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ, അപ്പോൾ ശിമോൻ പത്രോസ് അവിടെ പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന്. There the Simon Peter answered that you are the Messiah, the Son of the living God. ഉടനെ കർത്താവ് അവിടെ പറയുന്നു, ബറയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. And there we can see that Jesus is replying to him that blessed are you, Simon, son of Jonah, for this was not revealed to you by flesh and blood, but by the Father in heaven. ക്രിസ്തുവിനെ പൂർണ്ണമായി വെളിപ്പെടുത്തി ലഭിച്ച പത്രോസ് ആണ് ഇവിടെ തന്നെയാണ് നമുക്ക് ഇവിടെ കാണുന്നത്. You can see that Peter is revealing Jesus here. അവിടെ അപ്പോൾ അവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറയുകയാണ്. Jesus is replying that you are the blessed. അപ്പോൾ അവന് വീണ്ടും ചില കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്തി കൊടുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. And here God is revealing a few more things to Peter. ക്രിസ്തു എന്ന പാറമേൽ പണിയാൻ പോകുന്ന സഭയെ കുറിച്ച് അവിടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. He is revealing about the church that's going to build in the rock. അവിടെ 18-ാം വാക്യത്തിൽ, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. Verse 18 we read, and I tell you that you are Peter, and on this rock I will build my church. ഈ വാക്യങ്ങൾ പലപ്പോഴും മറ്റ് ഇതര സഭകൾ സംശയങ്ങൾ ഉളവാക്കിയ ഒരു വാക്യമാണ്. Some of the church they use this verse in different ways. അവർ പഠിപ്പിക്കുക, നീ പത്രോസേ നീ പാറയാകുന്നു എന്ന് പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. Their teaching is that Peter, you are the rock. അവർ പത്രോസാകുന്ന പത്രോസ്ലിയുടെ മുകളിലാണ് സഭകളെ ഉണ്ടാക്കി എന്ന് നമുക്ക് കാണാൻ കഴിയും. They are teaching that the churches are built on Peter's tomb. എന്നാൽ ഈ പാറ ക്രിസ്തുവാണ് എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കുവാൻ തക്കണം കഴിയും. But the Bible clearly says that this rock is Jesus Christ. ഈ ക്രിസ്തുവാകുന്ന പാറമേലാണ് സഭയെ പണിതത്. The church is built on the Christ of Jesus Christ. അവിടെ സഭകൾ നമുക്ക് പ്രാദേശിക സഭയുണ്ട്, അതുപോലെ തന്നെ സാർവത്രിക സഭയുണ്ട്. There are two churches, that is local church and the universal church. നമ്മുടെ ഇപ്പോൾ ടൊറന്റോയിലുള്ള ഒരു പ്രദേശത്തുള്ള ചർച്ച ആയതുകൊണ്ട് നാം ഇവിടെ ടൊറന്റോ ബൈബിൾ ചാപ്പൽ എന്ന് അറിയപ്പെടുന്നു. As the church is situated in the region of Toronto, it is considered to be the Toronto Bible Chapel. ദൈവത്തിന്റെ ദൈവവചനത്തിൽ അനേക സഭകളെ കുറിച്ച് നാം കാണുന്നുണ്ട്. ഫിലിപ്പിയ സഭ, കൊലോസ്യ സഭ, സഭ, അങ്ങനെ പല സഭകളെയും നമുക്ക് കാണാൻ കഴിയും. In scripture we could see different churches like Philippians, Ephesians church, and many other churches in the scriptures. എന്നാൽ സാർവത്രിക സഭ ഉണ്ട്. The universal church, അതിൽ ക്രിസ്തു തലയായിരിക്കുന്ന സഭയാണ്.
that Christ is the head of the church. അത് പെന്തിക്കോസ്ത് നാൾ മുതൽ ഉൽപ്രാവണം വരെയുള്ള കാലയളവിൽ വീണ്ടും ജനനം പ്രാപിച്ച വിശുദ്ധന്മാരുടെ കൂട്ടമാണ് ആ യൂണിവേഴ്സൽ ചർച്ച്. It is a member of the people who are added to the church from the day of Pentecost to the day of resurrection. അവിടെ ഈ ഒരു വലിയൊരു കൂട്ടമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമാണ് ആ സഭയുടെ അംഗങ്ങൾ. The members are the people who are saved by the blood of Jesus Christ. ഈ സഭയിൽ അംഗങ്ങളെ കൂട്ടുന്നത് ആരാണ് എന്ന് നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയും. Who is adding members to the church? We could see in the scripture. നമുക്ക് പലപ്പോഴും നാം വിചാരിക്കും സുവിശേഷകനായിരിക്കും, അല്ലെങ്കിൽ ആ സഭയിലെ മൂപ്പനായിരിക്കും, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ആളുകളായിരിക്കും അവിടെ സഭയിൽ അംഗങ്ങളെ ചേർക്കുന്നതെന്ന്. We might think that it is the elder or the evangelist who is responsible to add the members to this church. എന്നാൽ ദൈവവചനത്തിൽ വളരെ വ്യക്തമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 47-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. When we read Acts chapter 2 verse 47, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നാണ്. The Lord added to their member daily those who are being saved. രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർക്കുന്ന ഉത്തരവാദിത്വം കർത്താവിന് തന്നെയാണ്. The Lord is adding members to the church. ഈ സഭയെ കുറിച്ച് നാം കാണുമ്പോൾ ക്രിസ്തു തലയും സഭ ശരീരവും എന്ന് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. Christ is the head and the church the body. കൊലോസ്യർ 1:18. Colossians chapter 1 verse 18. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. There we read that he is the head of the body, the church. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു. അപ്പോൾ തല ക്രിസ്തുവാണ്, അവന്റെ ശരീരമാണ് സഭ. So the body is the church and the head is Christ. 1 കൊരിന്ത്യർ 6:15 നാം വായിക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങൾ എന്നാണ്. In 1 Corinthians chapter 6 verse 18 there we read 15 there we read 6:15. Do you know that your bodies are members of Christ himself? നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങൾ. Your bodies are the members of Christ. നമുക്ക് ലഭിച്ചിരിക്കുന്ന എത്ര വലിയൊരു പദവിയാണ് നമുക്ക് ക്രിസ്തുവിൽ ലഭിച്ചിരിക്കുന്നത്. We have given us the greatest privilege through Christ. നമ്മുടെ അവസ്ഥ നോക്കുമ്പോൾ ദൈവത്തിന്റെ നാമം നമ്മുടെ നാവന്മാർ എടുക്കുവാൻ പോലും അർഹതയില്ലാത്തവരായിരുന്നു. എന്നാൽ ഇന്ന് നാം രക്ഷിക്കപ്പെട്ടപ്പോൾ, കർത്താവിനെ അറിഞ്ഞപ്പോൾ, അവനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചപ്പോൾ നാം ആ ക്രിസ്തുവിന്റെ അവയവങ്ങളായി തീർന്നു എന്നുള്ളത് എത്രയോ സന്തോഷകരമായ ഒരു കാര്യമാണ്. When we look back to our life, we're not able to take his name in our tongue, but today we can take his name in our tongue and we are his members of Christ. അതുപോലെ തന്നെ നമ്മുടെ സഭയെ കുറിച്ച് കാണുന്നത് ക്രിസ്തുവിന്റെ മണവാട്ടി എന്നാണ്. And Christ is representing as a bride. 2 കൊരിന്ത്യർ 11:2 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. In 2 Corinthians chapter 11 verse 2. If anyone get, please wait for Apostles. For I am jealous over you with godly jealousy, for I have espoused you to one husband, that I may present you as a chaste virgin to Christ. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. I am jealous for you with a godly jealousy. I promise you to one husband, to Christ, so that I might present you as pure virgin to him. ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിച്ചിരിക്കുന്ന അതാണ് സഭ. Promised you to one husband, that is to Christ. അതുപോലെ തന്നെ സഭയെ കുറിച്ച് നാം വായിക്കുന്നത് സഭ ദൈവത്തിന്റെ മന്ദിരം എന്ന് 1 കൊരിന്ത്യർ 3:16 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 1 Corinthians chapter 3 and verse 16 there we read that Christ is the temple. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? 1 Corinthians chapter 3 verse 16 we read, don't you know that you yourself are God's temple and God's spirit lives among you? ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഇടമാണ് ദൈവത്തിന്റെ സഭ. God's spirit lives among us. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 6:19 നാം വായിക്കുന്ന വിശ്വാസികളുടെ ശരീരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് എന്ന്. The same 1 Corinthians chapter 6 verse 19 they read, do you know that your bodies are temples of the Holy Spirit who is in you, whom you have received from God? ഇവിടെ 1 കൊരിന്ത്യർ 3:16 സഭയെ കുറിച്ചാണ് അവിടെ പറഞ്ഞതെങ്കിൽ
ഇവിടെ വിശ്വാസികളെ കുറിച്ചാണ് 1 Corinthians 6:19 രേഖപ്പെടുത്തിയിരിക്കുന്നത്. In 1 Corinthians chapter in 6, there we read that 3:16. sorry, 1 3:16. Corinthians chapter 3 verse 16, where we read the church as the temple, and here you can see that we the members are the വിശ്വാസികളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. okay, we are the bodies or temples of the Holy Spirit. അതുകൊണ്ട് നാം നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. So we have to glorify His name through our bodies. ദൈവം നമ്മിൽ വസിക്കുമ്പോൾ നാം എത്രമാത്രം വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് നമുക്ക് ഓർക്കുവാൻ കഴിയും. When God abides in us, we have to lead a pure Christian life. നമ്മുടെ നമ്മെ ഈ വലിയ പദവിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിന്റെ ആ പരിശുദ്ധിക്ക് അനുസരണമായി നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. We need to walk according to God's expectations. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് ദൈവത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. He is holy, so we should also be holy. ദൈവത്തിന്റെ അതുകൊണ്ട് നാം നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് So we need to glorify His name through our bodies. അതുപോലെ തന്നെ സഭയെ കുറിച്ച് ഒരു മർമ്മമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. In Ephesians chapter 3 verse 4 to 6, there we read that the church has a mystery. അത് പൂർവ്വകാലങ്ങൾ മറഞ്ഞിരുന്നതും ഇപ്പോൾ വിശുദ്ധന്മാർക്കും അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെട്ടതുമായ മർമ്മമാണ് സഭ. There we read like this, in reading this, then you will be able to understand my insight into the mystery of Christ, which was not made known to people in other generation, as it has now been revealed by the Spirit of God's holy apostles and prophets. ദൈവത്തിന്റെ ജനമായിട്ട് ഇസ്രായേലിനെ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. Israel as considered to be God's people. മറ്റുള്ളവർക്കൊന്നും ദൈവസന്നിധിയിലേക്ക് അടുക്കുവാനോ ദൈവത്തിന്റെ നാമം എടുക്കുവാനോ സാധ്യമല്ലായിരുന്നു. Nobody was even able to take His name on the tongue other than Israel, the people of Israel. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ ഒരു പുതു നിയമം സ്ഥാപിക്കപ്പെട്ടു. But after the death of Jesus Christ, a New Testament was established. അത് പഴയകാലത്തിലുള്ള പ്രവാചകന്മാർക്കോ ആർക്കും അത് ആ കാര്യത്തെ കുറിച്ച് അറിയില്ലായിരുന്നു. It has not been revealed to the prophets or apostles. അത് അവർക്ക് പഴയകാലത്തുള്ളവർക്ക് അത് പൂർവ്വപിതാക്കന്മാർക്ക് മറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. It was hidden to the grandfathers. എന്നാൽ ഇപ്പോൾ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ട ഒരു കാര്യമാണ് സഭ. But now it has been revealed by the Spirit to God's holy apostles and prophets. അത് എന്താണെന്ന് 3-ാം വാക്യത്തിൽ വായിക്കുന്നത്, അത് ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരത്തിലും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. In 3 verse 16 we read, I pray that out of His glorious riches He may strengthen you with the power through His Spirit in your inner being. ഒരു കാലത്ത് ഇസ്രായേൽ ജനത്തിന് മാത്രമേ ദൈവത്തെ ആരാധിപ്പാനോ ദൈവത്തിന്റെ സഭയുടെ അംഗങ്ങളായി തീരുവാനോ കഴിയുണ്ടായിരുന്നുള്ളൂ. Only the people of Israel were once able to worship God, but എന്നാൽ ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്താൽ ആ പെന്തക്കോസ്ത് നാൾ മുതൽ ഒരു പുതിയൊരു സഭ രൂപപ്പെടുകയാണ് കാണുന്നത്. After the death of Jesus Christ, the New Testament was established after the day of Pentecost. ആ സഭയിൽ എല്ലാ വ്യക്തികളും എല്ലാവർക്കും അവിടെ സ്ഥാനമുണ്ട്. In that church, we all are the members of that church. കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച ഓരോരുത്തർക്കും അതിൽ അവരുടെ ആ സഭയുടെ അംഗങ്ങളാണ്. Those who are accepted Jesus Christ as a personal savior are the members of the church. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3:28 നാം വായിക്കുന്നുണ്ട്. In Galatians chapter 3 verse 28, അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. In Galatians chapter 3 verse 28, there we read, there is neither Jew or Gentile, neither slave nor free, neither male or female, for you are all one in Christ Jesus. ഒരു കാലത്ത് യഹൂദന്മാർക്ക് മാത്രമേ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരുവാനോ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിപ്പാനോ കഴിഞ്ഞിരുന്നുള്ളൂ. Only Jews were able to come to His presence at once. എന്നാൽ ഇവിടെ ഇതാ പുതിയ നിയമം സ്ഥാപിച്ചിരിക്കുകയാണ്. ഒരു സഭ ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. അത് യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. A new church established. There is no discrimination. There is no new Jew or Gentile or slave or nor free nor that male or female.
You all are one in Christ Jesus. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നതും ഇപ്പോൾ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെട്ടതുമായ മർമ്മം അതാണ് സഭ. The mystery that was once hidden to the grandfathers, but now it is revealed to the prophets and apostles. That is church. ഇവിടെ എഫേസ്യർക്ക് ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് സഭ ഒരു കുടുംബമാണ് എന്ന് രേഖപ്പെടുത്തി. Ephesians chapter 2 verse 19 that we read the church as a family. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. Consequently, you are no longer foreigners and strangers, but fellow citizens with God's people and also member of His household. ഈ വാക്യത്തിൽ തന്നെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് നാം അന്യരും പരദേശികളുമായിരുന്നു എന്നുള്ളത്. In this verse, it's clearly emphasized that we are not foreigners or strangers. എന്നാൽ ഇന്ന് നാം വിശുദ്ധന്മാരും സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും ആണ്. But now we are citizens with God's people and also members of His household. നമുക്ക് ഈ സ്വർഗീയ പൗരന്മാരെന്നുള്ള ആ പൗരത്വം ലഭിച്ചത് ഓർക്കുമ്പോൾ നമുക്ക് എത്ര സന്തോഷമാണ് തരുന്നത്. We are so happy that we are the citizens of Christ. ഈ രാജ്യത്ത് പൗരത്വം നേടുന്നതിന് വേണ്ടി എത്രയോ കഷ്ടപ്പാടുകൾ കൂടി കടന്നു പോകേണ്ടതായിട്ട് ആവശ്യമുണ്ട്. We go through struggles to get a citizenship in this country. എന്നാൽ കർത്താവായ യേശു സ്വർഗീയ പൗരന്മാരായി തീരുന്നതിന് അവൻ വളരെ ലളിതമായ ഒരു കാര്യമാണ് വെച്ചിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, അവന്റെ മക്കളായി തീരുക, ആ പൗരത്വം ലഭിക്കുകയാണ്. To become a citizen of God, the process is very simple. Just accept Jesus Christ as your personal Savior. നമുക്ക് ഇന്ന് ആ പൗരത്വം ലഭിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം ഇന്ന് ആ ഭവനത്തിന്റെ ഓഹരിക്കാരായി തീർന്നു. അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Let us glorify Him to be called as citizens, and let us glorify Him to be called as a member of His household. സഭ ഒരു കെട്ടിടമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 20-21 വാക്യങ്ങൾ വായിക്കാം. Church is considered to be as a temple. Verse Ephesians 2:20 and 21. 2:20 and 21. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. It says that built on the foundation of apostles and prophets, with Christ Jesus Himself as the chief cornerstone. In Him the whole building is joined together and rises to become a holy temple in the Lord. ഈ സഭ ഒരു കെട്ടിടമാണ്. ആ കെട്ടിടം പണിത് എപ്രകാരമാണ്? യേശു ക്രിസ്തു മൂലക്കല്ല് ആയിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു എന്നാണ് നാം വായിച്ചത്. Church is a building, and He himself become a chief cornerstone built on the foundation of apostles and prophets. കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച ഓരോ വ്യക്തികളും ആ കെട്ടിടത്തിന്റെ ഇഷ്ടികകളാണ്, കല്ലുകളാണ്. Those who accepted Jesus Christ as a personal Savior, we are all the bricks of that church building. ഇന്ന് നമ്മുടെ അവസ്ഥ നാം നോക്കുമ്പോൾ ജീവൻ ഇല്ലാത്തവരായിരുന്നു എന്ന് നമുക്ക് ഓർക്കുവാൻ തക്കോണം കഴിയും. When we look to our past, we are all dead. 1 പത്രോസ് 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, First Peter chapter 2 verse 4 and 5. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിക്കുവാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാണ് അവയുടെ പണിയപ്പെടുന്നു. As you come to Him, the living stone rejected by humans but chosen by God and precious to Him, He also living stones are being built in a spiritual house to be holy priesthood, offering spiritual sacrifice like accessible to God through Jesus Christ. നാം തനിയെ ആയിരുന്നപ്പോൾ നമുക്ക് ജീവനില്ലായിരുന്നു. As we are alone, we are dead. നാം എഫേസ്യർക്ക് ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർ എന്നാണ്. Ephesians chapter 2 verse 1 we read, we are dead in sins and transgressions. എന്നാൽ നമ്മെ ഇന്ന് ജീവനില്ലാത്തതായ കല്ലുകളെ ഇന്ന് ആ കർത്താവായ യേശു ക്രിസ്തു മൂലക്കല്ലായി പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതപ്പോൾ നാം ഇന്ന് ജീവനുള്ള കല്ലുകളായി പണിയപ്പെടുകയാണ്. Today we are like the living stone. നമുക്ക് ഇന്ന് ദൈവത്തെ ആരാധിപ്പാൻ തക്കോണം, ആത്മീയ യാഗം കഴിക്കുവാൻ തക്കോണം വിശുദ്ധ പുരോഹിത വർഗമാക്കി നമ്മെ തീർത്തിരിക്കുകയാണ്. Today we are able to worship Him and we are considered as to be the holy priesthood. ആ സഭ കർത്താവിന്റെ സഭയാണ്. The church is God's church. ഈ സഭയിൽ ചിലരെയൊക്കെയും നിയമിച്ചിരിക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. എഫേസ്യർക്ക് ലേഖനം 4-ാം അധ്യായം 11-13 വരെയുള്ള വാക്യങ്ങളിൽ God has appointed some people to lead the church. And we read Ephesians chapter 4 11-13 verses 11 to 13. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും
ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കുമാകുന്നു. In 4 verses 11 we read, so Christ himself gave the apostles, the prophets, the evangelists, the pastors and teachers to equip his people for work of service, that the body of Christ may be built up. സഭയുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടി സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അവൻ ചിലരേക്ക് നിയമിച്ചിരിക്കുകയാണ്. God has appointed some people for the benefit of the church, that is apostles, the prophet, the evangelists, the pastors and teachers. ഇന്ന് നമുക്ക് സഭയിൽ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും കാണുവാൻ സാധിക്കുകയില്ല. Today we will see the apostles, the prophets in the church. അവരെയൊക്കെ അടിസ്ഥാനമായി അവരുടെ ആ അടിസ്ഥാനത്തിന്മേലാണെന്ന് സഭ പണിതിരിക്കുന്നത്. The church is built on the foundation. ഇന്ന് അപ്പോസ്തലന്മാരുടെ ഉപദേശം നമുക്ക് ദൈവവചനത്തിൽ രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. Today the teaching of apostles, we have got the teaching of apostles in the form of word of God. യേശുക്രിസ്തു മൂലക്കല്ലായി അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ മേൽ പണിതിരിക്കുന്ന സഭ ഇന്ന് സഭയാണ് നമ്മുടെ സഭ. The Christ is the living stone where it is built by the prophets and the apostles. ഇന്ന് സഭയിൽ കാണുന്ന സുവിശേഷന്മാരെയും ഇടയന്മാരെയും ഉപദേഷ്ടകന്മാരെയും ഒക്കെയാണ്. But now we could see the evangelists, the pastors and teachers in church. അവരെയൊക്കെ എന്തിനു വേണ്ടി ആക്കിയിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ നാം വായിച്ച എഫെസ്യർക്കെഴുതിയ 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വായിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്ക് വേണ്ടിയാണ്. Verse 13, there we could see why Jesus has appointed them. In verse 13 says, until we will reach unity in faith and in the knowledge of the Son of God and become mature, attaining to the whole measure of the fullness of Christ. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധന, ക്രിസ്തുവിന്റെ ശരീരം അത് സഭയാണ്. To become mature, attain the whole measure of the fullness of Christ. ആ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവരെ എല്ലാവരും ആക്കിയിരിക്കുന്നത്. They have been appointed for the growth of the assembly. സുവിശേഷകന്മാരെ ആക്കിയിരിക്കുന്ന സുവിശേഷന്റെ മേൽ ഉത്തരവാദിത്വം സുവിശേഷ വേലയാണ്. The evangelists were appointed for the evangelism. എന്നാൽ അതോടൊപ്പം തന്നെ അവർ ഇടയന്മാരുടെയും ഉപദേഷ്ടകന്മാരുടെയും എല്ലാം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. Along with them, the pastors and teachers are also playing their crucial role along with the evangelists. സുവിശേഷം അറിയിക്കുന്നത് അത് സുവിശേഷകന്റെ തന്നെ ഉത്തരവാദിത്തമാണ്, അല്ല ഓരോ വിശ്വാസികളുടെയും ഉത്തരവാദിത്തമാണ് എന്ന് നമുക്ക് ദൈവവചനത്തിലൂടെ അറിയുവാൻ കഴിയും. Evangelism is not the responsibility for just the evangelists, but it is all meant for everyone, for all the members of the church. 1 Petrus 2:9 നാം വായിക്കുന്നത്, നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി എന്നാണ്. In 1 Peter chapter 2 in verse 9 we read, but you are chosen people to declare the praise of him who called you out of darkness into his wonderful light. നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ, to declare the praises of him. അത് ഓരോ വിശ്വാസികളുടെയും ഉത്തരവാദിത്തമാണ്. It is responsibility of all the members of church. അതുപോലെ തന്നെ ഇടയന്മാരെ അല്ലെങ്കിൽ മൂപ്പന്മാരെയും സഭയിൽ ആക്കിയിട്ടുണ്ട്. In the church there are pastors and teachers. അത് അപ്പോസ്തല പ്രവൃത്തി 20:28-29 വായിക്കാം. Acts chapter 20 verse 28-29. If you get the passage, please read. നിങ്ങളെ തന്നെയും താൻ സ്വന്തരക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷനാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളുവിൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. That we keep watch over yourself and all the flock of which the Holy Spirit has made you overseas. Be shepherds of the church of God, which we brought with his own blood. I know after I leave, savage wolves will come in among you and will not spare the flock. ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുവാൻ, ആട്ടിൻകൂട്ടം മുഴുവനെ സൂക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇടയന്മാരെ അല്ലെങ്കിൽ മൂപ്പന്മാരെ ആക്കിയിരിക്കുന്നത്. The elders were appointed to keep the shepherds for the church of God. ഇവിടെ ആട്ടിൻകൂട്ടം എന്ന് പറയുന്നത് ആട് ഒരു ബലഹീന മൃഗമാണ്. We know that a sheep is a weak animal. അതിനെ വളരെ സൂക്ഷ്മതയോടുകൂടെ വളരെ സൗമ്യതയോടുകൂടെ മാത്രമേ മേയ്ക്കുവാൻ കഴിയുകയുള്ളൂ. It needs proper care and we have to be gentle with that animal. ആടിന്റെ സ്വഭാവം നമുക്കറിയാം. അത് ഒരു പച്ച കാണുമ്പോൾ ഒരു സ്ഥലത്തേക്ക് ഓടും, മറ്റൊന്ന് വേറെ സ്ഥലത്തേക്ക് ഓടും. പക്ഷെ അതിനെ സൂക്ഷിക്കുക, ഒന്നിച്ചു കൂട്ടി നിർത്തുക എന്നുള്ളത് വളരെ കഠിനമായ ഒരു ജോലിയാണ്.
so that a sheep will not stay in one place, it will walk around, but it is a responsibility of an elder to keep the sheep with proper care. അത് വലിയൊരു ഉത്തരവാദിത്തമാണ് മൂപ്പന്മാർക്ക് ദൈവം നൽകിയിരിക്കുന്നത്. God has appointed a big responsibility for the elders. അതുപോലെ തന്നെ 1 തിമോഥെയോസ് 3:1 കാണുന്നത് അവർക്ക് അധ്യക്ഷത വഹിക്കുവാനുള്ള ഉത്തരവാദിത്തമുണ്ട്. First Thessalonians, First Timothy chapter 1, 3:1. 3 verses 1, you can see the responsibility of the deacons here. Verse 1, here is a trustworthy saying, whoever aspires to an overseer desire a noble task. ഇവിടെ അധ്യക്ഷത വഹിക്കാൻ ഓവർസിയർ അത് എന്തിനു വേണ്ടിയാണ്? കാര്യങ്ങളൊക്കെ ക്രമമായും ഉചിതമായും നടക്കേണ്ടതിനു വേണ്ടിയാണ്. So the overseer responsibility is to keep everything in a proper way. അതുപോലെ തന്നെ അവരെ നന്നായി ഭരിക്കുവാൻ വേണ്ടി 1 തിമോഥെയോസ് 5:17 രേഖപ്പെടുത്തിയിട്ടുണ്ട്. In First Timothy chapter 5 verse 17, they will read, the elders who direct the affairs of the church well, the worthy of double honor. അവർ നന്നായി ഭരിക്കുക സഭയെ. They should rule the church in a proper way. അതുപോലെ തന്നെ പത്യോപദേശം കാത്തു സൂക്ഷിക്കുക. 1 തീത്തോസ് 1:9 നാം വായിക്കുന്നുണ്ട്. Titus chapter 1 verse 9, we read, holding fast the faithful word as he has been taught, that he may be able by second doctrine both to exhort and convict those who contradict. അവിടെ തെറ്റായ ഉപദേശങ്ങൾ എന്നും കടന്നു വരുവാൻ സാധ്യതയുണ്ട്. അത് നാം നേരത്തെ വായിച്ചെടുത്ത് തന്നെ കാണുന്നുണ്ട്. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കുമെന്ന് അപ്പോസ്തല പ്രവൃത്തി 20:29 നാം വായിക്കുന്നുണ്ട്. A false doctrine could enter into the church some way or other way. That's what we read in Acts chapter 20 verse 28 and 29. അപ്പോൾ നാം സഭയിൽ തെറ്റായ ഉപദേശം കടന്നു വരാതെ സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടി ദൈവം മൂപ്പന്മാർക്ക് നൽകിയിട്ടുണ്ട്. The elders are appointed to keep the church in a proper way, and also they should also make sure that there's no false doctrines are entering to the church. അതുപോലെ തന്നെ സഭാ വിശ്വാസികൾക്കുള്ള ഉത്തരവാദിത്വം ദൈവം അവിടെ നമുക്ക് 1 പത്രോസ് 5:5 നമുക്ക് കാണാൻ കഴിയും. First Peter chapter 5 verse 5. അവിടെ ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. They will read in the same way, you who are younger, submit yourself to the elder, or of you clothe yourself with humility towards one another. ദൈവത്തിന്റെ പ്രത്യേകത അത് പൂർണ്ണതയുള്ളതാണ്. One of the speciality of this word of God is that it has fullness. അത് ആർക്കെങ്കിലും ഒരാൾക്കുള്ള ഉത്തരവാദിത്വം പറഞ്ഞിട്ട് മറ്റേ ആളുടെ ഉത്തരവാദിത്വം പറയാതെ വിടുന്ന ഒന്നല്ല. എല്ലാവരുടെയും ഉത്തരവാദിത്തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവജനത്തിൽ. In the word of God, you can see that each of one have equal importance and equal responsibilities in the church. അതുകൊണ്ടാണ് സഭ ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. That is why we have just read that submit yourself to your elders. പലപ്പോഴും ചിലപ്പോൾ മൂപ്പന്മാരെക്കാൾ കൂടുതൽ കഴിവുള്ളവരുണ്ടാവാൻ ഇടവർ. There are people who are well qualified than the elders. എന്നാൽ 1 പത്രോസ് 5:7 കാണുന്നത് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ എന്നാണ്. In First Peter chapter 5 verse 5, there we read 5:7 we read, humble yourself therefore under God's mighty hand. സ്വയം നാം പദവികൾ ഏറ്റെടുക്കുകയല്ല, ദൈവം നമ്മെ ആക്കുന്നത് പോലെയാണ് നാം പദവികൾ ഏറ്റെടുക്കേണ്ടത്. God is the one who is appointing somebody in the church. It is not we who are appointing ourselves and taking responsibility in the church. ദൈവവചനത്തിന് അനുസരണമായി നാം താണിരുന്നുകൊണ്ട് അന്യോന്യം ബഹുമാനിച്ചുകൊണ്ടും ദൈവവചനത്തിന് അനുസരണമായി മുമ്പോട്ട് പോകുമ്പോൾ ദൈവസഭ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുമ്പോട്ട് പോകും. We need to humble ourselves in the word of God, and also we need to obey the elders of the church. സഭയുടെ നടുവിൽ നടക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. God is in the center of our church. നടക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് അവൻ നടക്കുന്ന? സഭയുടെ ഓരോ പ്രവർത്തനങ്ങളെയും അവൻ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. He is keenly observing the activities that we are doing here. വെളിപാട് പുസ്തകത്തിൽ 7 സഭകളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ പ്രവൃത്തി അറിയുന്നു എന്ന് ഓരോ സ്ഥാനത്തും പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. When we read Revelations, there you can see that I know your Revelation 2:19.
Verse 2, verse 19, we read, I know your deeds, your love and faith, your service and perseverance, and you're now doing more than you did at first. ഓരോരുത്തരുടെയും പ്രവൃത്തി അറിയുന്നവൻ ആണ് കർത്താവ്. He knows all our deeds. അവൻ അതൊക്കെ സസൂക്ഷ്മം പരിശോധിക്കുന്നവനാണ്. He's observing all our deeds. ഇവിടെ തുയത്തരയിലെ സഭയ്ക്ക് എഴുതുമ്പോഴാണ് അവിടെ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേലും ഏറെയൊന്നും അറിയുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2:19. In verse 2:19, we read the same, I know your deeds, your love and faith, your service and perseverance, that you are now doing more than you did at first. ഇവിടെ അവൻ നേരത്തെ എങ്ങനെയായിരുന്നു ഇപ്പോഴെങ്ങനെയാണ് എന്നും കൂടി അവൻ പരിശോധിക്കുന്ന ദൈവമാണ്. He's examining how we were and where we are standing now. നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്ന് ഇവിടെ ഈ ബേഥേലിലെ സഭയെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. About the church, he's saying that you are now doing more than you did at first. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. Church is a temple of God. ആ സഭ ആ തലയ്ക്ക് കീഴടങ്ങി കർത്താവിന്റെ ഹിതത്തിനനുസരണമായി പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള സഭകൾക്ക് മാതൃകയായിരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. Our church should be a role model to other church, and our church should be under the head of Christ. ഒരു സഭയിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ കാര്യങ്ങൾ എന്താണെന്ന് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 42-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. Acts chapter 2 verse 42, there we read, they devoted themselves to the apostle teaching and fellowship, to the breaking of bread and to prayer. ഒരു സഭയിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക, കൂട്ടായ്മ ആചരിക്കുക, അപ്പം നുറുക്കുക, പ്രാർത്ഥന കഴിക്കുക. In a church there is teaching and fellowship, to the breaking of bread and prayer. നാം നേരത്തെ ഓർത്തു അപ്പോസ്തലന്മാരുടെ ഉപദേശം, അപ്പോസ്തലന്മാരെ ഇന്ന് നമുക്ക് സഭയിൽ കാണുവാൻ കഴിയുകയില്ല. എന്നാൽ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് രേഖപ്പെടുത്തി ലഭിച്ചിട്ടുണ്ട്. We couldn't see apostles now in the church, but you can see that the teachings of the apostles in the word of God. അത് കൂടാതെ തന്നെ ദേവദാസന്മാരിലൂടെയും സഭാ ശുശ്രൂഷകന്മാരിലൂടെയും മറ്റു പല മാധ്യമങ്ങളിൽ കൂടെയും നമുക്ക് ദൈവവചനം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. We are receiving the word of God through the evangelists, through the teachers, the deacons, through different mediums. ആ പല ഇതിൽ കൂടി നാം കേൾക്കുമ്പോൾ അത് ശരിയാണോ എന്ന് നാം പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്ക് ഉണ്ട്. It is also a responsibility that if it is right or wrong. അത് ദൈവവചനത്തിൽ ശരിയായ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ വിശ്വാസികൾക്കും ഉണ്ട് എന്നുള്ളത് കൂടെ ഈ സമയം ഞാൻ ഓർപ്പിക്കുകയാണ്. As the believers of Christ, we need to examine that whatever they are saying, if it is right or wrong, it's a responsibility. മറ്റൊന്ന് കൂട്ടായ്മ ആചരിക്കുക എന്നുള്ളതാണ്. We need to have fellowship. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 16-ാം വാക്യത്തിൽ വായിക്കുന്നത് കൂട്ടായ്മ ദൈവം പ്രസാദിക്കുന്ന ഒരു യാഗമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. In Hebrews chapter 13 verse 16, there we read, and do not forget to do good and to share with others, for with such sacrifice God is pleased. ദൈവം പ്രസാദിക്കുന്ന ഒരു യാഗമാണ് ഈ കൂട്ടായ്മ. God is pleasing the fellowship. ഈ വാക്കിന് വളരെ വിസ്തൃതമായ അർത്ഥമുള്ള ഒരു വാക്കാണ് കൂട്ടായ്മ. Fellowship has a vast meaning. വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹബന്ധം പുലർത്തുന്നത് ഒരു കൂട്ടായ്മയാണ്. വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ പുലർത്തുന്നത്. Okay, to maintain the good relationship with the Christians is also considered to be the fellowship. ആത്മീയ പ്രവർത്തനങ്ങളിൽ നാം പങ്കുചേരുന്നതിൽ കൂടെ കൂട്ടായ്മ ആചരിക്കുകയാണ്. Involving in different ministries is also a fellowship. ദേവദാസന്മാരെ ധനപരമായും മറ്റു രീതിയിലും സഹായിക്കുന്നത് കൂട്ടായ്മയാണ്. Helping the elders or the evangelists by supporting the financial source of fellowship. അതുകൂടാതെ തന്നെ നാം കർത്താവിനെ ആരാധിക്കുന്ന ഈ മേശ വെച്ച് ആരാധിക്കുന്ന അതൊരു കൂട്ടായ്മയായിട്ട് നാം പറയാറുണ്ട്. The worship service is also considered to be a fellowship. നാം അപ്പോൾ കൂട്ടായ്മ ആചരിക്കുവാൻ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുവാനും കൂട്ടായ്മ ആചരിക്കുവാനും ഉള്ള ഉത്തരവാദിത്വം ഓരോ സഭയിൽ ഉണ്ട് എന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. So we need to do not forget to do good and to share with others, for with the sacrifices God is pleased. അത് അടുത്ത അപ്പം നുറുക്കുക എന്നുള്ളതാണ്. The breaking of bread is another one. അവിടെ ആരാധനയാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. It symbolizes the worship. നാം 1 കൊരിന്ത്യർ 10-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. 1 Corinthians chapter 10 verse 16, there we read,
Consider the people of Israel, do not those who eat the sacrifices participate in the altar. Do I mean then that food sacrifice to an idol is anything, or that an idol is anything? 16. In 16 in 16 we read, is not the cup of thanksgiving for which we give thanks a participation in the blood of Christ, and is not the breaking that we break a participation in the body of Christ. 16, 17. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. Because there is one loaf, we who are many are one body, for we all share the one loaf. നാം ആരാധനയിൽ ഒരു പ്രധാന ഭാഗമാണ് കർത്തൃമേശ. The table is one of the important part of worship. അത് നമ്മെ അത് നമ്മുടെ കർത്താവിന്റെ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവിന്റെ ശരീരത്തെ അത് ഓർപ്പിക്കുന്നു. It reminds the body that broken. ആ പാനപാത്രം നമുക്ക് വേണ്ടി ഒഴുക്കിയ രക്തത്തെ ഓർപ്പിക്കുന്നു. The blood remind the blood that shed on the cross. അത് ഈ മേശ നമ്മെ ഓർപ്പിക്കുന്നത് നാം ഒരു അപ്പത്തിൽ നിന്ന് ഒരു പാനപാത്രത്തിൽ പങ്കാളികളാവുന്നതിലൂടെ ഒരു പിതാവിന്റെ മക്കളാണ് എന്ന് നമ്മെ ഓർപ്പിക്കുന്നു. By partaking from this emblem, that reminds that we are the children of one God. നാം ഒരു ശരീരമാണ് എന്ന് ഓർപ്പിക്കുന്നു. We are one body. അതുപോലെ തന്നെ അത് എന്റെ വരവോളം ഇതിനെ ചെയ്യുവിൻ എന്ന് പറഞ്ഞതുകൊണ്ട് കർത്താവിന്റെ വരവിനെ ഇതുവരെയും വന്നിട്ടില്ല എന്ന കാര്യവും നമുക്ക് പ്രത്യാശയും നൽകുന്ന ഒന്നാണ് ഈ മേശ. We are remembering this emblem until his second coming, and it says that he is not yet here. അപ്പോൾ മേശയിലൂടെ കർത്താവിനെ ആരാധിക്കുകയാണ് നാം ചെയ്യുന്നത്. Through the breaking of bread, we are remembering God. ആരാധനയിൽ നാം ദൈവത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. Worship is giving something. നാം അവനോട് പ്രാർത്ഥിക്കുന്നതിൽ നാം ആവശ്യപ്പെടുകയാണ്. നമ്മൾക്ക് നമ്മുടെ ആവശ്യങ്ങളാണ് പ്രാർത്ഥനയിലൂടെ നാം അറിയിക്കുന്നത്. Through prayer, we are requesting something to God. എന്നാൽ ആരാധനയിൽ നാം ദൈവത്തിന് കൊടുക്കുകയാണ്, നന്ദി അർപ്പിക്കുകയാണ്, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയാണ്, ദൈവത്തിന്റെ മഹിമയെ അവനെ ഉയർത്തിക്കൊണ്ട് അവന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്. In worship, we are glorifying him, we are remembering him. നാം എബ്രായർക്കെഴുതിയ ലേഖനം 13-15 വാക്യത്തിൽ വായിക്കുന്നത് അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുക എന്നുള്ളതാണ്. Hebrews chapter 13 verse 15, there we read, through Jesus, therefore let us continually offer to God a sacrifice of praise. അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. We need to continually offer to God a sacrifice of praise. അടുത്തത് പ്രാർത്ഥന കഴിക്കുക എന്നുള്ളതാണ്. The next thing is prayer. ഒരു സഭയുടെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു ഘടകമാണ് പ്രാർത്ഥന. Prayer is an integral part of a church. സഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കുന്നതായിട്ട് നമുക്കറിയാം. When the church come together and they request a prayer matter to God, he will listen to your prayer. നമ്മുടെ അനേക പ്രാർത്ഥനകൾ കേട്ട അനുഭവങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലുണ്ട്. We all have different kind of experience how God answered your prayer. കർത്താവിന്റെ ശരീരമായ സഭയുടെ വളർച്ചയ്ക്ക് പ്രാർത്ഥന വളരെ ആവശ്യമാണ്. As a member of church, prayer is an integral part. സഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കേട്ടതായിട്ട് പത്രോസിന്റെ ജീവിതത്തിൽ നമുക്ക് വരുവാൻ തക്കണം കഴിയും. When we look to Peter life, when the church come together in one accord, God answered to their prayer, listen to their prayer. പത്രോസിനെ ജയിലിൽ തടവിലാക്കപ്പെട്ടപ്പോൾ അവനെ 4 ചേവകരുള്ള 4 കൂട്ടത്തിന് ആണ് കാവൽ ഏൽപ്പിച്ചത്. When they were in prison, you can see that he was fully secure. അവിടെ അവന് 2 ചങ്ങല ബന്ധിച്ച് 2 പേരുടെ നടുവിലാണ് അവൻ ഉറങ്ങിക്കൊണ്ടിരുന്നത്. He slept in the midst of two people, 2 criminals. Two guards, sorry. അതുപോലെ തന്നെ അവന്റെ വാതിലിന്റെ മുമ്പിൽ കാവൽക്കാരുണ്ട്. There was somebody standing in front of his door. അങ്ങനെ യാതൊരു കാരണവശാലും അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ യാതൊരു സാധ്യതയുമില്ല. There is no way to get outside of the prison. എന്നാൽ സഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ ചങ്ങലകൾ കയ്യിൽ നിന്ന് അഴിഞ്ഞു വീണു, ആ വാതിലുകളൊക്കെ തുറന്നു, അവൻ പുറത്തേക്ക് വരുന്ന കാഴ്ച നമുക്ക് കാണുന്നു. But when the church prayed together, we know the miracle that happened there. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. പ്രാർത്ഥന സഭയുടെ ഒരു ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. God will answer to prayer, and prayer is an integral part of our church. സഭയിൽ പ്രാർത്ഥന മീറ്റിങ്ങുകൾ പങ്കെടുക്കുവാൻ ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് കൂടെ ഇത്തരത്തിൽ ഓർപ്പിക്കുകയാണ്.
When we conduct prayer meeting in our church, as church, it's a collective responsibility to attend all the prayer matters, to all our prayer meetings. അതുപോലെ തന്നെ മറ്റൊരു ഒന്നാണ് സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. Evangelization is another important thing of the church. ശിഷ്യന്മാർക്ക് കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കൊടുത്ത ഒരു മഹാനിയോഗമാണ് സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. God has given them the biggest commission that they need to spread the gospel. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18-19 വാക്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. യേശു അടുത്ത് ചെന്നു, സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. In the Gospel of Matthew chapter 28 verse 19, they read, therefore go and make disciples of all nations, baptizing them in the name of the Father and the Son of the Holy Spirit, and teaching them to obey everything I have commanded you. And surely I am with you always to the very end of the age. സകല ജാതികളെയും ശിഷ്യരാക്കുവാനുള്ള ഉത്തരവാദിത്വം തന്റെ ശിഷ്യന്മാർക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. God has appointed them to make disciples of all nations. ദൈവം നമ്മെ ഓരോരുത്തരെയും അവന്റെ ശിഷ്യന്മാരാക്കി തീർത്തിരിക്കുകയാണ്. God has make all of us as his disciples. നാം ഈ ദിവസങ്ങളിൽ പഠിക്കുന്ന ഭാഗം അത് തന്നെയാണ്, ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ചാണ്. We are learning about the book of discipleship, from book of discipleship. ഓരോ വിശ്വാസികളും ദൈവത്തിന്റെ ശിഷ്യന്മാരാണ്. We all are his disciples. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് സകല ജാതികളെയും ശിഷ്യരാക്കുക എന്നുള്ളത്. It's our duty to disciples all of the nations, to make disciples of all nations. എസെക്കിയേലിന്റെ പ്രവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, എസെക്കിയേൽ 33:8-9. Ezekiel chapter 33 verse 8 and 9. When I say to the wicked, O wicked man, you shall surely die, and you do not speak to warn the wicked from his way, that wicked man shall die in his iniquity, but his blood I will require at your hand. Nevertheless, if you warn the wicked to turn from his way, and he does not turn from his way, he shall die in his iniquity, but you have delivered your soul. ഞാൻ ദുഷ്ടനോട് ദുഷ്ട നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിയുവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതിരുന്നാൽ ദുഷ്ടൻ തന്റെ അകൃത്യ നിമിത്തം മരിക്കും. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിയേണ്ടതിന് നീ അവനെ ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തന്റെ വഴി വിട്ടുതിരിയാതിരുന്നാൽ അവൻ തന്റെ അകൃത്യ നിമിത്തം മരിക്കും. നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. You wicked person, you will surely die, and you do not speak out of dissuade them from their ways. That wicked person will die for their sin, and I will hold you accountable for their blood. But if you do warn the wicked person to turn from their ways, and they do not do so, they will die for their sin, though you yourself will be saved. കർത്താവിനെ അറിയാത്ത ഒരു വ്യക്തിയാണ് ഈ ദുഷ്ടൻ എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. This wicked person doesn't know about Jesus. അവൻ കർത്താവിനെ അറിയാത്ത ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ അവൻ ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തിനെതിരായുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അവനെ ഓർമ്മപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളത് ഈ വാക്യങ്ങൾ നമ്മെ ഓർമ്മിക്കുന്നു. A wicked person doesn't know what he's doing because he doesn't know God. But as Christians, as a disciple, we need to make the wicked person understand. അവൻ തന്റെ ദുഷ്ടതയിൽ മരിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം അവന്റെ ശിഷ്യന്മാരായ ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളത് ഇവിടെ ഓർമ്മിക്കുകയാണ്. If a wicked person die for their sin, we have the responsibility, or we are accountable for that. അവന്റെ ദൈവവചനം അവനോട് പറയുകയും അവനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. നിന്റെ വഴി വിട്ട് തിരിയണമെന്ന് അവനെ ഓർമ്മപ്പെടുത്തിയിട്ടും താൻ വിട്ടുതിരിഞ്ഞില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നമുക്കല്ല. ദുഷ്ടൻ തന്റെ അകൃത്യ നിമിത്തം മരിക്കും. നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. But if we want that wicked person to turn away from the sin, but he is not ready to understand, if he die for the sin, though you yourself will be saved. നമ്മുടെ കർത്താവ് അവന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. അവൻ ഇതുവരെയും വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് അവൻ താമസിക്കുന്നത് എന്നുള്ളത് കാണുമ്പോൾ 2 പത്രോസ് 3:9 കാണുന്നത്, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണം എന്ന് കർത്താവ് ഇച്ഛിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. In 2 Peter 3:9. In 2 Peter 3:9, we read, the Lord is not so in keeping his promise as some understand slowness. Instead, he is patient with you, not wanting anyone to perish, but everyone to come to repentance. കർത്താവിന്റെ വരവ് നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. നാം ആരും നശിച്ചു പോകാതെ എല്ലാവരും മനസ്സന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു നമ്മൾ ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്ന് നാം കാണുന്നു. He is patient with us, not wanting anyone to perish, but everyone to come to repentance. അത് സഭയുടെ ഒരു പ്രത്യേക ഉത്തരവാദിത്തമാണ്.
ഓരോ വിശ്വാസിയുടെയും ഉത്തരവാദിത്തമാണ് സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. It is a responsibility of each member of the church to spread the gospel around us. നാം ഓർത്തത് സഭ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ശരീരമാണെന്ന് ഓർത്തു. Remember that Christ is a body. നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ അവയവങ്ങളാണ് എന്ന് ഓർത്തു. We are the members of Christ. സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് എന്ന കാര്യം നാം ഓർത്തു. Church is a bride. അതുപോലെ തന്നെ സഭ ദൈവത്തിന്റെ മന്ദിരമാണ്. ഓരോ വിശ്വാസി സഭയിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമാണ് സഭ എന്ന് നാം ഓർത്തു. We hear that church is a temple of God. വിശ്വാസികളുടെ ശരീരവും ദൈവത്തിന്റെ ദാനമായി ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണെന്ന് നാം ഓർത്തു. We also learned that the Holy Spirit is abiding in us. സഭ ഒരു ദൈവത്തിന്റെ ഒരു മർമ്മമാണ് എന്ന് നാം ഓർത്തു. Church is a mystery. ഒരു കാലത്ത് മറഞ്ഞിരുന്നതാണ്, എന്നാൽ ഇന്ന് അത് വെളിപ്പെട്ടതായ ഒരു കാര്യമാണ് ഈ മർമ്മം. Once it was hidden, but now it is revealed. അത് യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നുമില്ല, ആണും പെണ്ണും എന്നുമില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന് അത്രയെന്നത്. There is no Jew or Gentile, nor male or female. We all are one in Christ. നാം സഭ ഒരു കുടുംബമാണ്. നാം ഒരു കാലത്ത് അന്യരും പരദേശികളുമായിരുന്നു. ഇന്ന് വിശുദ്ധന്മാരുടെ സഹോദരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമാണ്. And also we remember that Christ is church is a household, that we are no longer foreigners and strangers. We are citizens with God's people. സഭ ഒരു കെട്ടിടമാണ് എന്ന കാര്യം നാം ഓർത്തു. Church is a building. അതിന് ക്രിസ്തുവേശു മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നത് ഒന്നാണ് സഭ. Church is built on a foundation in his cornerstone. സഭയിൽ ചിലരെയൊക്കെയും കർത്താവ് നിയമിച്ചിട്ടുണ്ട്. അതിന്റെ ഉദ്ദേശം സഭയുടെ ആത്മീക വർധന അതാണ്. God has appointed some people in the church, that is prophets, evangelists, pastors and teachers. സഭയുടെ ഓരോ പ്രവർത്തനങ്ങളെയും കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നു. God is observing the activities of the church. നമ്മുടെ പ്രവൃത്തി എത്രമാത്രം ഉയർന്ന സ്ഥിതിയിലുള്ളതായിരിക്കണമെന്ന് അത് നമ്മെ ഓർപ്പിക്കുന്നു. And it's also reminding how our deeds should be. കർത്താവിന്റെ ഹിതത്തിനനുസൃതമായി നാം ജീവിക്കുക എന്നുള്ളത് അത് നമ്മെ ഓർമ്മിക്കുകയാണ്. It also reminds us we should walk according to his will. അവൻ വിശുദ്ധനാകിയാൽ നാം വിശുദ്ധനായി ഉള്ള ഒരു ജീവിതമാണ് നമുക്ക് നയിക്കേണ്ടത്. God is holy, we should also lead a holy life. സഭയുടെ ഓരോ പ്രവർത്തനങ്ങൾ ദൈവജനത്തിൽ രേഖപ്പെടുത്തിയ പ്രകാരം അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. As we read in Acts, that we need to have good fellowship with each other. We need to break the bread. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക. And also we need to listen to the doctrines of Ephesus. പ്രാർത്ഥന കഴിക്കുക. Prayer. സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഇടപെടുക. We need to involve in ministries. ഇപ്രകാരം ദൈവഹിതത്തിനനുസൃതമായി നമുക്ക് മുമ്പോട്ട് പോകാം. അതിന് വലിയവനായ ദൈവം ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ. So we have to lead a good Christian life, and may his name alone be glorified. ദൈവനാമം നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് ആരാധന അവസാനിപ്പിക്കും.